കഴിഞ്ഞ ദിവസം നമ്മുടെ പത്മജ വേണുഗോപാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ രീതിയിൽ കർക്കശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. എന്നിരുന്നാൽ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഡൽഹിക്ക് പോയിട്ട് കയ്യും വീശി വരും എന്നുള്ളത്. പാർട്ടിയെ സജ്ജമാക്കാൻ, തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ, പുതിയ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തു തീരുമാനമെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഡൽഹിക്ക് പോയിട്ട് നേതൃമാറ്റമില്ല, നേതൃമാറ്റം ഇപ്പോഴില്ലെന്ന് മാത്രമല്ല ഉടനില്ല തുടങ്ങിയ ഒരുപാട് കാലത്തെ പ്രതീക്ഷകളൊക്കെ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ അങ്ങനെ തന്നെ ബാക്കി വെച്ചിട്ട് ഈ നേതൃസംഘം തിരികെ വരികയാണ്. ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് കിട്ടാനുള്ളതെല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടി, ഞാൻ സംതൃപ്തനാണ്, ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ശരി എന്നുള്ളതൊക്കെ. പക്ഷേ അതിനപ്പുറത്തുള്ള ചില കളികൾ നടക്കുന്നുണ്ട്. ശശി തരൂരിനെ അദ്ദേഹത്തിനെ പിന്തുണച്ചിട്ടുണ്ട്, കെ മുരളീധരൻ പിന്തുണച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പുതിയ സംവിധാനം, കുറച്ച് കൂടി ഒരു സപ്പോർട്ട് സിസ്റ്റം, വർക്കിംഗ് പ്രസിഡന്റുമാരോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം, ഇതൊന്നുമില്ലാതെയാണ് ഡൽഹിക്ക് പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ ആ യാത്ര അങ്ങനെ വെറുതെ ഡൽഹി കണ്ടു മടങ്ങി വരാനുള്ളതായിരുന്നു, അതോ തരൂരിന് ഒരു തടയിടാം എന്ന നിലയ്ക്കുള്ളതായിരുന്നു? അതിനുമുമ്പായിട്ട് രണ്ട് വാചകങ്ങൾ മാധു. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുള്ള വലിയ സ്വാധീനത്തെ പറ്റിയും ഒക്കെ ഇവിടെ പറയുകയുണ്ടായല്ലോ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ 4 തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഒന്ന് നോക്കണം. ആദ്യത്തെ തവണ 1 ലക്ഷം ഭൂരിപക്ഷം 1 ലക്ഷം വോട്ടിന് 10-50 വോട്ട് കുറവാണ്. രണ്ടാമത്തെ തവണയാകുമ്പോഴേക്ക് അത് വീണ്ടും കുറയുന്നുണ്ട്. പിന്നീട് 2 തിരഞ്ഞെടുപ്പുകളിൽ 16,000 വോട്ടിനടുത്താണ് ഈ 2024 അടക്കം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം കിട്ടിയത്. അദ്ദേഹം തിരുത്തിയല്ലോ. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പോഡ്കാസ്റ്റ് ഒരു തിരുത്ത് വരുത്തിയ എന്താ, ഞാൻ കേരളത്തിൽ നേതാക്കളില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ശരി, അത് പത്രവും അത് സമ്മതിച്ചു, ട്രാൻസ്ലേഷനിൽ വന്ന പിശകാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ കോൺഗ്രസിന് പ്രവർത്തകന്മാരില്ലെന്ന്. പ്രവർത്തകന്മാരില്ലാഞ്ഞിട്ടാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുമ്പോൾ, ഇവിടെ നേരത്തെ മാധു തന്നെ പറഞ്ഞ പോലെ വിഴിഞ്ഞം സമരമടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെയും ശശി തരൂരിൻ്റെയും വോട്ട് ബാങ്കായിരുന്ന ലത്തീൻ കത്തോലിക്കൽ ഒരു സമരം നടത്തുമ്പോൾ അതിനെ പരസ്യമായിട്ട് എതിർത്തിട്ട് അദാനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ജയിച്ചത്? ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരില്ലാഞ്ഞിട്ടാണോ? ആ പ്രവർത്തകന്മാർ അഹോരാത്രം ഈ തീരദേശത്ത് പ്രവർത്തിച്ചിട്ടാണ്. ഞാൻ ഈ മാതൃഭൂമിയിൽ ഈ വിഷയമായിട്ട് ആദ്യമായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഞാൻ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞതാണ്, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇവിടെ വന്ന് ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയെ കാണാനൊരു ശ്രമം നടത്തി. അവർ എറണാകുളത്ത് സീറോ മലബാർ സഭയുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചതാണ്. അതിലൊരു പ്രധാനപ്പെട്ട നേതാവ് നെറ്റോ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഗവർണർ വരുന്നുണ്ടെന്ന് കാണണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എന്താണെന്നറിയാമോ മാധു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, കാണുന്നില്ല എന്നാണ്. അന്ന് തോമസ് നെറ്റോ, ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ അന്ന് ഈ ലഫ്റ്റനന്റ് ഗവർണറെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒരു ഓഡിയൻസ് കൊടുത്തിരുന്നെങ്കിൽ അത് നൽകുന്ന സന്ദേശം മറ്റൊന്നാകുമായിരുന്നു. തീരദേശത്തെ വോട്ടുകൾ തരൂരിന് അനുകൂലമായി വീടില്ലായിരുന്നു, വിശ്വപൗരൻ ലോക്സഭയിൽ എത്തുകയില്ലായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് നമ്മളൊരു അമാനുഷനെ, ചില സിനിമകളിൽ മോഹൻലാലിനെയൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ ഒരു അമാനുഷ ഒരു പ്രതിരൂപം അദ്ദേഹത്തിന് നൽകിയിട്ട് നമ്മൾ എന്തൊക്കെയോ അദ്ദേഹത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അത് ചെയ്യുന്നവര് പിന്നീടൊന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. ഇന്ന് ഇപ്പോൾ ചോദ്യം, ഇന്നിപ്പോ അത് വരികയാണ്, ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഈ സമ്മേളനത്തിൽ ആ യോഗം AICC ഓഫീസിൽ, എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യോഗമായിരിക്കണം. ഇത് വെറുതെ പോയതല്ല. ഇത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2 സംസ്ഥാനങ്ങളിൽ, അസം അതുപോലെ കേരളം, അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത്. അതിനുശേഷം എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. എല്ലാവരും, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, എല്ലാവരും സംസാരിച്ചു, ബെന്നി ബെഹനാൻ സംസാരിച്ചു. പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ യോഗത്തിൽ അഡ്രസ്സ് ചെയ്തോ? ചെയ്യാതെ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോവുക? നല്ല സുകുമാരമായ ചില വാക്കുകളിൽ, മനോഹരമായ വാക്കുകളിൽ ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഐക്യമാണ്, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും, ഞങ്ങൾ LDFനെ തോൽപ്പിക്കും, തുരത്തും എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്ത് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഒരു ചോദ്യം KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതുണ്ടോ എന്നാണ്. ഒരു നേതൃമാറ്റമുണ്ടോ എന്നാ. 10ഓളം DCCകളിൽ പുതിയ പ്രസിഡന്റുമാർ വരണം, അതുപോലെ KPCC പ്രസിഡന്റ് മാറണമെന്ന് ഈ കനകോലു എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇവിടെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്
ബുദ്ധി ഉപദേശിക്കാൻ വന്ന ആളാ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുണ്ട്, ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടുണ്ട്. പക്ഷെ അക്കാര്യം ചർച്ച ചെയ്യുന്നേയില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല? അതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം. തീരുമാനങ്ങൾ എടുക്കേണ്ടപ്പോൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുക. അതിനെക്കുറിച്ചാണ് പ്രധാന ചർച്ചയെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സുപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാത്തിരിക്കുന്നുണ്ട്. ആരാണ് അവരുടെ പുതിയ പ്രസിഡന്റ് എന്നറിയാൻ. സുധാകരനെ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, നമ്മുടെ കാര്യമല്ല. അദ്ദേഹത്തെ മാറ്റണമെന്നാണ് തീരുമാനം അല്ലെങ്കിൽ ആഗ്രഹമെങ്കിൽ ആ സ്ഥാനത്തേക്ക് പകരം ഒരു പുതിയ ആളിനെ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളിനെ, അതാണ് ഞാൻ അടിവരയിട്ട് പറയുക. ഇപ്പോ 2-3 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. അതെല്ലാം ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസിന് ഇതൊക്കെ വേണം, ജാതിമത പരിഗണനകൾ വേണം, അതിന്റെ ചില സന്തുലിതാവസ്ഥയൊക്കെ നോക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഇത് പച്ച ജാതിയും മതവും പറഞ്ഞുകൊണ്ടാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് അവര് നറേഷൻ കൊടുക്കുന്നത്. എത്ര പരാജയപ്പെട്ട ഒരവസ്ഥയാണ് കോൺഗ്രസ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചതെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ആ പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തില് ഒരു ചർച്ചയില്ല, ഒരു തീരുമാനമില്ല. എന്നിട്ട് പതിവ് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ, പരസ്യ പ്രതികരണങ്ങള് സമ്മതിക്കില്ല എന്ന്. ഞാൻ പരസ്യം, അത് മാത്രമല്ല മാധു, ഈ പരസ്യ പ്രതികരണം പാടില്ല എന്ന് 1000 തവണ എനിക്ക് നേരിട്ടറിയാവുന്ന രീതിയിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? നാളെയും പരസ്യമായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് സമയബന്ധിതമായിട്ട്, അതിലല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസിൽ രഹസ്യ പ്രതികരണം ഉണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉൾപാർട്ടിയിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പരസ്യ പ്രതികരണമാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വ്യക്തമായി അറിയാവുന്നതാണ്. പിറ്റേ ദിവസത്തെ വെണ്ടയ്ക്കായിരിക്കും അത്. അവിടെയാണ് പരസ്യ പ്രതികരണം വിലക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം.